വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ദിസ് ഇസ് സൺഡേ മോർണിംഗ്. സാറ്റർഡേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ പുലിച്ചിറ പോയിരുന്നു കേട്ടോ. വുമൻസ് ഡേ ഒക്കെ അല്ലേ. ഞാനും ചേച്ചിയും പിള്ളേരും ഒക്കെ കൂടെ നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുള്ള വി പാർക്കിൽ പോയി. അവിടെ നൈറ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ചുക്കുകാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് വന്നത്. പക്ഷേ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് തലവേദനയുണ്ട്. എപ്പോഴും ടാബ്ലറ്റ്സ് എടുക്കുന്നത് കൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഉറങ്ങി തലവേദന മാറ്റാം. അങ്ങനെ ഞാൻ തലവേദനയോടുകൂടി തന്നെ കിടന്നു, തലവേദനയോടുകൂടി തന്നെ എണീറ്റു. അതുകൊണ്ടാണ് മുടി ഞാൻ എപ്പോഴും കെട്ടുന്ന പോലെ പോണീറ്റയിൽ പൊക്കി കെട്ടാത്തത് കേട്ടോ. ആക്ച്വലി ഞാനത് തീരെ ടൈറ്റ് ആക്കിയിട്ടുമില്ല. എനിക്ക് തലയുടെ വേദന, തല ഫുള്ള് എനിക്ക് ബാക്കിലും സൈഡിലും ഒക്കെ വേദന. ഇത് ഞാൻ പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല കേട്ടോ. ഈ ഒരു ദിവസം ഫുള്ള് ഒരു വൈകുന്നേരമൊക്കെ വരെ ഞാൻ ഇങ്ങനെ അമർത്തുന്നുണ്ടായിരുന്നു. ഒരു വെയിൻ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുമല്ലോ നമുക്ക് തലവേദന വരുമ്പോൾ. ഇതിനെ തലവേദന എന്നല്ല വിളിക്കേണ്ടത്, ആക്ച്വലി ഇതിനെ മൈഗ്രെയിൻ എന്നാണ് വിളിക്കേണ്ടത്. അങ്ങനെ സഹിച്ച് ഞാൻ സൺഡേ മോർണിംഗ് ഞാൻ വിചാരിച്ചു ദൈവമേ രാത്രി ഗുളിക എടുത്തിട്ട് കിടന്നാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ രാവിലെ എണീറ്റ പാടെ തന്നെ ഞാൻ ടാബ്ലറ്റ് എടുത്തു, എന്നിട്ടൊരു കോഫി അങ്ങിട്ടു. ഇറച്ചി അമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തോ ഞാൻ എടുത്തു എന്നും പറഞ്ഞിട്ട് പപ്പേൻ്റെ ഫോണിൻ്റെ ഇത് ആരാ ഇളക്കിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബാക്ക് കവർ ഞാനാണ് ഇളക്കിയതെന്ന് ആലം പറഞ്ഞു കേട്ടോ. അപ്പം ഞാനല്ല ഇവനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അവൻ എന്നെ അടിക്കണം അത് ഇളക്കിയതിന്. ഞാനാണ് സാധാരണ ഈ ഫോണൊക്കെ എടുക്കുമ്പോൾ വഴക്ക് പറയാറുള്ളത്. അങ്ങനെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് നിലുവിന് അലൻ അമൃതം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു വെച്ചു. ഞാൻ എണീക്കാൻ ലേറ്റായി, സൺഡേ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ ചമ്മന്തി കാച്ചി വെച്ചിരുന്നു. അപ്പം ചുട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ കോഫി വെക്കുന്ന കെറ്റിലിൽ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ അപ്പച്ചട്ടി വെച്ചിട്ട് അപ്പവും ചുട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാപ്പി കൂടിയും നിലുവിൻ്റെ അമൃതം കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അമ്മ നല്ല ചൂടോടെ ഇങ്ങനെ അപ്പം ചുട്ട് തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കു ഷുഗറും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. ഞാനും അലനും കറിയും കൂട്ടി കഴിച്ചു. ഇറച്ചി 1/2 കിലോ മേടിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അമ്മച്ചി അത് 1 കിലോ മേടിപ്പിച്ചു. ഇവിടെയാണെങ്കിൽ 1/2 കിലോ ഇറച്ചി മേടിച്ചാൽ തന്നെ അതൊരു 2 ദിവസത്തേക്ക് കാണും. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഒരു ബീഫ് ബിരിയാണി വെക്കാമെന്ന് തീരുമാനിച്ചു. ഒന്നാമത് എനിക്ക് തലവേദന അതങ്ങോട്ട് മാറുന്നേ ഇല്ല കേട്ടോ, കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ആണെങ്കിൽ ഒരു സാലഡ് ഉണ്ടാക്കിയാൽ മതി. അമ്മേനെ കൊണ്ട് പപ്പടവും കാച്ചിക്കാം, പണി അപ്പോഴത്തേക്ക് കഴിയും. ഈ വെജിറ്റബിളും ഒഴിച്ചുകറിയും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ടുള്ള ഇറച്ചി ഇത് 1 കിലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിരിയാണിക്ക് നമുക്ക് കറിക്കെടുക്കുന്ന അത്രയും പോലും വേണ്ട ഇറച്ചി, എഗ്ഗും കൂടെ ചേർന്നതല്ലേ. അപ്പോൾ കുറച്ച് മതി, തീരെ കുറച്ച് മതി. ഒരു 1/4 കിലോയോളം മതിയാവും ഞങ്ങൾക്ക്. ഫ്രിഡ്ജിലേക്ക് ഇറച്ചി എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ കരൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് വേവിക്കാനായിട്ട് ആ ബീഫിൻ്റെ അകത്ത് കിടന്ന കരളൊക്കെ ഞാൻ പെറുക്കി മാറ്റി. ഇറച്ചി വന്നാൽ ഈച്ചയും വരും, ആസ് യു നോ, മീൻ വന്നാലും വരും. അങ്ങനെ ഇറച്ചി ഇതേ കുക്കറിലേക്ക് ഇട്ടു. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇടാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുക്കണം. അങ്ങനെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെളുത്തുള്ളി നേരെയാക്കി അതങ്ങോട്ട് ചതച്ച് കുക്കറിലേക്ക് ഇറച്ചിയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഇട്ട് വേവിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ആക്ച്വലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്തോ ഈ തലവേദന എടുത്ത് തലയ്ക്ക് കിളി പറന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ പൊടികളും ഇതിലങ്ങ് ചേർത്തു കേട്ടോ. മഞ്ഞപ്പൊടിയും വിനാഗിരിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രം ഇട്ട് ഇറച്ചി വേവിച്ചിട്ട് തക്കാളിയും സവാളയും വഴറ്റുമ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്താൽ മതി. അതാണ് രുചി. പൊടികൾ എപ്പോഴും എണ്ണയിൽ വഴന്ന് വരുന്നതാണ് രുചി. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ബീഫ് ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന റെസിപ്പി ഫോളോ ചെയ്താൽ മതി, ഞാൻ കാണിക്കുന്ന റെസിപ്പി ഫോളോ ചെയ്യേണ്ട. പൊടികൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, ഇത്തിരി ഗരം മസാല, പിന്നെ ഞാൻ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഇത്രയും പൊടികൾ തന്നെ തക്കാളിയും ഉള്ളിയും വഴറ്റി അതിൽ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് വേണം വെന്ത ബീഫിലേക്ക് ഇട്ടിട്ട് അരിയും കൂടി ഇട്ട് വിസിലടുപ്പിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, പറയുന്ന റെസിപ്പി ഫോളോ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും കൊളോയ്ക്കല്ലേ ഞാനിതെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് സാധനം കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലൊരു 4 വിസിലും ലോ ഫ്ലെയിമിലൊരു 4 വിസിലും അടിക്കണം. വിസിലൊക്കെ വന്ന് മീറ്റ് വേവുന്നത് വരെ ഞാൻ പോയി കിടന്നു, തലവേദന പോകുമെന്നുള്ള ധാരണയിൽ. പക്ഷേ പോയില്ല. പിന്നെ എണീറ്റ് വന്ന് ബാക്കി പരിപാടികൾ തുടങ്ങി. അപ്പോൾ നമുക്കിനി അരി ഞാൻ കുതിർക്കാൻ വെക്കുന്നൊന്നുമില്ല, എന്നാലും എടുത്ത് കുക്കറിലോട്ട് ഇടാനുള്ളൊരു എളുപ്പത്തിന് ഞാൻ ഇപ്പോൾ ഒരു 1.25 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. കുറച്ചിരുന്നാൽ രാത്രി എടുക്കാമല്ലോ. എനിക്കിനി ഈ തലവേദന പോകുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ സ്പെഷ്യൽ ഡിന്നറൊന്നും ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ചെയ്ത് കൈമ റൈസിൽ ബിരിയാണി ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം, വലിയ അരിയിനേക്കാളും. അങ്ങനെ അരി ദേ കഴുകി ഊറ്റി അവിടെ മാറ്റി വെച്ചു. കുതിർത്തി വെച്ചിട്ടില്ല, ഊറ്റി തന്നെയാണ് വെച്ചിരിക്കുന്നത്, വെള്ളമൊന്നും ഇട്ട് വെച്ചിട്ടില്ല.
ഇനി ബിരിയാണിയിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴറ്റിയെടുക്കാനുള്ള കൂട്ട് വേണമല്ലോ. അതിന് ഒരു സവാള, ഒരു വലിയ സവാളയും ഒരു വലിയ പഴുത്ത തക്കാളിയും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്തപ്പോഴത്തേക്ക് തക്കാളി എടുത്തപ്പോൾ ഞാൻ 3 മുട്ടയും കൂടെ ആ ചെറിയ പ്ലാസ്റ്റിക് മുറത്തിലിങ്ങ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു കുക്കുംബർ സാലഡ് ഉണ്ടാക്കാനായിട്ട്. സാലഡിൽ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല, കുക്കുംബർ അരിഞ്ഞ് കേടിട്ടെടുക്കുന്നതേ ഉള്ളൂ. ഇത് നല്ലപോലെ മൂത്ത് വരാനും ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ സവാള ബ്രൗൺ കളർ ആവണം. അതിനിത് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ സവാള തിന്നായി അരിഞ്ഞിട്ട് ഞാൻ അതങ്ങ് പാനിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ബ്രൗൺ ആവാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി തക്കാളിയും സംഭവങ്ങളും ഒക്കെ അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. കാരണം വെളിച്ചെണ്ണ ഇല്ല. ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് രുചിക്ക് നല്ലത്. എണ്ണ ചൂടാവാനൊന്നും നിന്നില്ല. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് സവാള ഇട്ട് ഉപ്പ് ഇട്ട് അതൊന്ന് ചിക്കി അവിടെ ഞാൻ വെച്ചു. ഇത്തിരി സമയം എടുക്കുമല്ലോ. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാറി വേറെ പണികളൊക്കെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഞാൻ സാലഡിനുള്ള കുക്കുംബർ വെട്ടിയെടുക്കുവാണ്. ആക്ച്വലി ഇത് സാലഡ് കുക്കുംബർ അല്ല. സാലഡ് കുക്കുംബർ കുറച്ചുകൂടെ ഗ്രീനായിട്ട് ചെറുതായിട്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ മോര് കാച്ചാനൊക്കെ പറ്റിയ പാകത്തിനുള്ള സാധനം. എന്നാലും വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതങ്ങോട്ട് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തു. സാലഡ് മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് തന്നെ അതങ്ങോട്ട് ആക്കി വെച്ചു. നമ്മുടെ സവാള വഴന്ന് വന്നു കഴിഞ്ഞാൽ തക്കാളി ഇടണമല്ലോ. ഞാൻ കട്ടിംഗ് ബോർഡ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുക്കുംബറിൻ്റെ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, ലെഫ്റ്റ് ഓവേഴ്സ്. അവ തക്കാളി അരിഞ്ഞു. പിന്നെ പച്ചമുളകും ഇല്ലായിരുന്നു, കാന്താരി മുളകേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 2 ചെറിയ കാന്താരി മുളകും കൂടെ അരിഞ്ഞു വെച്ചു. എഗ്ഗും കഴുകിയിട്ട് അതാ മുറം വെച്ച് തന്നെ ചോപ്പിംഗ് ബോർഡ് അങ്ങോട്ട് അടച്ചു വെച്ചു. സാലഡിലേക്ക് തൈരും പിന്നെ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടത്തൈരല്ലേ, അത്രയും തിക്കായിട്ടിരിക്കേണ്ട, ഒരിത്തിരി ഒന്ന് അയഞ്ഞ് വരട്ടെ എന്ന് കരുതി ഇത്തിരി വെള്ളവും കൂടെ ചേർത്തു. ഈ മിക്സ് ചെയ്യാനുള്ള ബൗളിലോട്ട് തന്നെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടാൽ നമ്മുടെ മിക്സിങ്ങും കഴിയും, സാധനവും ആവും. വിളമ്പാനായിട്ട് ഇനി വേറെ പാത്രത്തിലോട്ട് മാറ്റണ്ട. അരിഞ്ഞ പച്ചക്കറിയും ഞാൻ മാക്സിമം വേറൊരു പാത്രത്തിൽ വെക്കാറില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ആകെ ഒരു സൈഡിലെ കൗണ്ടർ ടോപ്പ് ഉള്ളൂ. ഇവിടെ അധികം പാത്രങ്ങൾ നിരന്ന് വരുത്തില്ല. നമ്മുടെ സവാള ആവശ്യത്തിന് ബ്രൗൺ കളറായി. ഇതിന്ന് കുറച്ച് ഞാൻ ടോപ്പിങ്സിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. അതായത് ബിരിയാണിയുടെ മേളിലിടണ്ടേ, നട്ടും റൈസൻസും ഒക്കെ ചേർത്തിട്ട്. എന്നിട്ട് ഇതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി ആഡ് ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊടികൾ ചേർക്കേണ്ടത്. അത് മൂത്ത് വരുമ്പോൾ വേണം തക്കാളി ആഡ് ചെയ്യാൻ. ഇത് പുൾട്ടായി പോയെങ്കിലും മൊത്തം കൂടെ ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും ബിരിയാണിയുടെ ടേസ്റ്റിൽ വ്യത്യാസം കാണും. എന്നാലും കുഴപ്പമില്ല. തലവേദന ഉള്ള ദിവസം ഇത്രയും രുചിയിലൊക്കെ കഴിച്ചാൽ മതി. സാധാരണ ഞാനിവിടെ ബീഫ് കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ 4 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ 4 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലുവേ അടുപ്പിച്ചിട്ടുള്ളൂ. തൈര് ചേർത്ത് കുഴച്ചു. നമ്മൾ ചിക്കൻ ബിരിയാണി ചെയ്യുമ്പോൾ തൈരൊക്കെ ചേർത്ത് കുഴച്ചിട്ടല്ലേ ഒറ്റ വിസിൽ അടുപ്പിക്കുക. അപ്പോൾ ഇതിലിപ്പോഴല്ലേ തൈര് ചേർത്തത്. ഇനി അരി വേകാനായിട്ടും മുട്ടയൊക്കെ ഒന്ന് വെന്ത് പുഴുങ്ങി വരാനായിട്ടും നമുക്കൊരു വിസിൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ 4 വിസിലിൽ ഒരെണ്ണം ഞാൻ കുറച്ചത്. തൈര് ചേർത്ത് കുഴച്ച് അതിൻ്റെ നിറം മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 1.25 ഗ്ലാസ് അരി, 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ചേർത്തിട്ട് എഗ്ഗും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ മേളിൽ കുറച്ച് നെയ്യും. ഇനി നമുക്കിതിലോട്ട് ബേ ലീഫും മുഴുവൻ മസാലകളൊക്കെ ഇടാം. ഇവിടെ മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ. കുക്കുവിനെ ഞാൻ വിട്ട് ലില്ലിയംച്ചിയുടെ വീട്ടിൽ നിന്ന് മല്ലിയില അടുപ്പിച്ചു. അപ്പോൾ അവൻ 2 തണ്ട് കൊണ്ടുവന്നു ഡിസ്കോയും കളിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ഷെൽഫിലോട്ട് വെക്കാൻ പറഞ്ഞതാണത്. അത് നമുക്ക് ലാസ്റ്റ് മതി, ടോപ്പിങ്സിന് മതി. എന്നിട്ട് ഇതിലേക്ക് ഏലക്കയും പട്ടയും ഇട്ടാൽ മതി. പട്ടയും ഗ്രാമ്പും ഇട്ടാൽ മതി. ഞാൻ അവിടെ ഏലക്കയുടെ ബോട്ടിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫ്ലോയിൽ ഈ തലവേദനയൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കുപ്പികൾ എടുത്തപ്പോൾ 6 റാക്കിലെ ഫുള്ള് കുപ്പി ഞാൻ ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചു. ഏലക്ക ചേർക്കണ്ട. പട്ടയും 3 ഗ്രാമ്പും. പട്ട ഒരു ചെറിയ കഷ്ണം മതി. എന്നിട്ട് പെരുംജീരകവും ചെറിയ ജീരകവും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലും കൂടെ നമുക്ക് ഉപ്പിടണം കേട്ടോ. അരി വേവുന്ന വെള്ളത്തിൽ ഉപ്പ് വേണം. ഇപ്പോൾ നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും ആ ഉള്ളി വഴറ്റാനും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വെള്ളം വരുമ്പോൾ ഇതിൻ്റെ ഉപ്പ് കുറയും. അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതടച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇവിടെ വലിയ ക്ലീനിങ് പരിപാടികളൊന്നുമില്ല. ഈ ഗ്യാസിൻ്റെ പുറത്ത് ഒന്ന് ഇച്ചിരി ചിതറിയൊക്കെ വീണിട്ടുണ്ട്. അതൊന്ന് തുടച്ചാൽ മതി. ഇപ്പുറത്താണെങ്കിൽ കഴുകാനായിട്ട് ചോപ്പിംഗ് ബോർഡും പിന്നെ അരി കുതിർത്തി വെച്ച ആ ബ്ലൂ ബോക്സും പച്ചക്കറികളും മുട്ടയൊക്കെ എടുത്ത് വെച്ച മുറവും പിന്നെ ഇപ്പോൾ കിണ്ടിക്കൊണ്ടുവന്നൊരു കരണ്ടിയും മാത്രമേ ഉള്ളൂ. പിന്നെ ആ സവാളയും തക്കാളിയും വഴറ്റിയെടുത്ത ആ ഒരു കടായിയും കൂടെ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ടെക്നിക്ക്. നമ്മൾ കുറച്ച് പാത്രം, നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൽ തീരെ കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്താൽ നമുക്ക് അത്രയും പാത്രം കഴുകിയാൽ മതി. മാത്രമല്ല നിങ്ങൾക്ക് കാണാമല്ലോ, എനിക്ക് കൗണ്ടർ ടോപ്പ് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് പാത്രങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ഈ കിച്ചൺ മാത്രമല്ല എൻ്റെ മൈൻഡും കൂടെ ക്ലട്ടേർഡ് ആയിട്ടിരിക്കും. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി അത് കുറേ നേരം വെക്കരുത്, അത് അരി വെന്ത് പോവും.
ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കതൊന്ന് എഗ്ഗ് ഇനി പൊളിച്ചെടുക്കണം. തോടോട് കൂടിയാണല്ലോ ഇട്ടത്. എഗ്ഗ് എടുത്ത് മാറ്റിയിട്ട് അത് ഞാൻ ദേ പാത്രത്തിലേക്ക് തട്ടി. സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്നത് ഞാൻ കുത്തി തോണ്ടിയൊക്കെ എടുത്തു കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇത്തിരിയൊക്കെ പറ്റും. വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും. എസ്പെഷ്യലി ഞാൻ ഒരു ഗ്ലാസ്സിന് ഉണ്ടാക്കിയാൽ കറക്റ്റായിരിക്കും, അടിയിലൊന്നും പിടിക്കത്തില്ല. കൂടുതലുണ്ടാക്കിയാൽ എനിക്കിത്തിരി അവിടെ ഇവിടെയൊക്കെ പിടിച്ചു പോകും. വെള്ളത്തിൻ്റെ അളവിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. ഇനി ഇതിൻ്റെ മീതെ ഇടാനായിട്ട് ചെറിയൊരു കടായി എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി നട്ട്സും റേസിൻസും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമുക്കിനി ബിരിയാണി ടോപ്പ് ചെയ്യാം. മുട്ട ഞാൻ അപ്പോഴത്തേക്ക് പൊളിച്ചെടുത്തു. ഒരു മുട്ട ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോയി, ഒന്നല്ല രണ്ടും പൊളിഞ്ഞു പോയി. ഒന്ന് നന്നായിട്ട് വന്നു. അത് അലന് കൊടുക്കും, മറ്റേത് ഞങ്ങളെടുക്കും. എന്നിട്ട് അത് സ്നേഹം കൊണ്ടാണ് കേട്ടോ, ഈ പതിവൃതയും തേങ്ങാക്കലയൊന്നും അല്ലാതെ. എന്നിട്ട് മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടു നന്നായിട്ട് ടോപ്പ് ചെയ്ത് ഡിഷ് അങ്ങ് അടച്ചു വെച്ചു. ഇതിനിപ്പോൾ ചൂടോട് തന്നെ ഇരുന്നോളും. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലൈം സോഡയൊക്കെ കുടിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ സോഡയ്ക്ക് പോയിട്ട് സോഡ കിട്ടിയില്ല, ലൈം മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒരു ജാറിലാക്കി, ജാറിന് ആ പാത്രത്തിന് എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, അതിനെന്തോ പറയും പക്ഷേ അതിൻ്റെ അകത്താക്കി വെച്ചിരുന്നു. കുറച്ച് ഷുഗറും വെള്ളവും ഇട്ട് വെച്ചിരുന്നു. അതിപ്പോഴത്തേക്ക് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളവും പിന്നെ ലൈമും ഒക്കെ കൂടെ പിഴിഞ്ഞു കലക്കി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഈ ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ചു. ഇനി ടേബിളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ. എന്നിട്ട് കുക്കുസാറിനെ കൊണ്ടുപോയി ടേബിളൊക്കെ സെറ്റ് ചെയ്യിച്ചു. ഇത് അവൻ്റെ പണിയാണ് കേട്ടോ. ടേബിൾ സെറ്റ് ചെയ്യുക, ഷൂറാക്കി ഒതുക്കി വയ്ക്കുക, പിന്നെ ഫ്രണ്ടിൽ ടോയ്സ് പറക്കുക, ഇതൊക്കെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു പണികളിൽ പെടുന്ന കാര്യങ്ങളാണ്. കബോർഡ് ഒതുക്കലും ഒക്കെ. എന്നിട്ട് ഞങ്ങൾ 3 പേരും എന്തേ ബിരിയാണി കഴിക്കാനായിട്ടിരുന്നു. നിലുവിൻ്റെ നിമ്മല ബിരിയാണിയും കഴിക്കത്തില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിർബന്ധിച്ച് വാശിയൊക്കെ പിടിച്ച് മോന്തയും വീർപ്പിച്ചിരുന്നാലും ഒരു 2 പിടി എനിക്ക് വേണ്ടി ചിലപ്പോൾ കഴിക്കും. ഇതല്ല എങ്കിൽ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ അമ്മ മറ്റേ തേങ്ങയൊക്കെ തിരുകി ഞങ്ങൾ കളിയാക്കി പറയുന്ന സ്ലാബ് വാർത്ത് തിന്നും, ബോളുണ്ടാക്കി തിന്നും, കയ്യപ്പം എന്നൊക്കെ പറയും. അങ്ങനെ അത് കഴിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടിനും ഉണ്ടിക്കും വൈകിട്ട് ഷാർജ ഷേക്ക് കുടിക്കാനൊരു മോഹം. അങ്ങനെ കുക്കു സാറിനെ പറഞ്ഞ് കടയിൽ വിട്ടു. അവിടെ ചെന്നപ്പോൾ പാലിപ്പോൾ ഉണ്ട്, പഴം വന്നിട്ടില്ല. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞു. എനിക്കൊരു പാർസലുണ്ടായിരുന്നു കേട്ടോ. പാസ്ത ബൗൾസാണ് ഞാൻ ഓർഡർ ചെയ്തത്, വന്നിരുന്നു. പാലപ്പോൾ തന്നെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അവൻ അതും കേട്ടിങ്ങ് വന്നു. പിന്നെ അമ്മ വന്ന് പാല് മേടിച്ച് തന്നു. അത് ഫ്രീസറിൽ ഇരിപ്പുണ്ട്. പഴം ഞാൻ ഉറക്കം എണീറ്റ് ഇവിടെ വന്ന് ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തലവേദന കുറഞ്ഞോന്ന് ചോദിച്ചാൽ കുറഞ്ഞു, എന്നാലും മാറിയിട്ടില്ല. ഞാനിവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് തലയുടെ ഏതോ കോണിലൊരു ചെറിയൊരു പിടച്ചിലും ഒരു പെരുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ പാല് ഫ്രീസറിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചായ ഇട്ടില്ല, നേരെ അങ്ങ് ഷാർജ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പഴംപൊരി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. നിങ്ങളെല്ലാവരും കളിയാക്കി എനിക്കിപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എന്തോ ഒരു മടി പോലെ. 2 ദിവസം കൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇന്ന് എന്തായാലും പഴംപൊരി ഇല്ല. ഇന്ന് നമുക്ക് ഷാർജ ഷേക്ക് കുടിക്കാം. അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റണം. ഇത് ഒതുങ്ങിയാലേ ഇനി കഴുകി വെക്കുന്നതൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ റീൽസൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഫോണിനൊന്നും ഇത്ര ക്ലാരിറ്റി പോലും ഇല്ലാതെ ഷോർട്സൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത്, ഷോർട്സ് അല്ല റീൽസ്, അന്ന് ചാനൽ ഞാൻ തുടങ്ങിയിട്ടില്ല. കുറേ പറഞ്ഞിട്ട് ഞാൻ ചാനൽ തുടങ്ങാണ്ടിരുന്നതാണ്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, അതിപ്പോഴും ഇല്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് നിതീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ മെയിൻ അട്രാക്ഷൻ ഓഫ് യുവർ റീൽസ് ഇസ് ആക്ച്വലി ദ നീറ്റ്നെസ് ഓഫ് യുവർ കിച്ചൺ എന്ന്. അപ്പോൾ അന്നത് കേട്ടപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായി. അവനാണെന്ന് തോന്നുന്നത് ആദ്യം പറഞ്ഞത്. അത് വലിയ റീച്ചൊന്നുമില്ല. അവൻ എൻ്റെ കൂടെ 10th പഠിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മാത്രം അങ്ങനെ കണ്ടു തുടങ്ങിയിരുന്നൊരു സമയത്ത്, ഞാൻ ഇതൊക്കെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും ഇൻഷോട്ടിൽ റീൽസായിട്ടും മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മിക്കപ്പോഴും മോർണിംഗ് റൂട്ടീനായിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ അച്ചീവ് ചെയ്യുന്നത്, അതായത് ഇഫ് യു തിങ്ക് ദാറ്റ് ദിസ് കിച്ചൺ ഇസ് നീറ്റ്, അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഇതിൻ്റെ മേളിൽ, കൗണ്ടർ ടോപ്പിന് മേളിൽ ഒന്നും വെക്കാതിരിക്കുക എന്നുള്ളതാണ്. പാത്രങ്ങൾ അപ്പോൾ കഴുകുക. അടുത്ത സെക്ഷൻ പണി തുടങ്ങുന്നതിന് മുമ്പ് ഉണങ്ങിയ പാത്രങ്ങൾ എടുത്ത് വെക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഷേക്കായി. എനിക്കും ആലനും കുക്കുനുമാണ് ഇപ്പോൾ എടുക്കുന്നത്. അമ്മ പിരിവിന് പോയിട്ട് എത്തിയിട്ടില്ല. പിരിവിനല്ല, ഞായറാഴ്ചയായതുകൊണ്ട് അമ്മ പള്ളിയിൽ പോയി. അപ്പോൾ അമ്മയ്ക്കുള്ളത് ഒരു ഗ്ലാസ്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് മീതേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ദ മെയിൻ തിങ് ടു റിമെമ്പർ ഇസ്, ഓരോ പാത്രം എടുക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ മൈൻഡിൽ വിചാരിക്കുക ഇതൊക്കെ ഞാൻ തന്നെ കഴുകേണ്ടി വരുമെന്ന്. ആ ഒരു തോട്ട് മൈൻഡിലുണ്ടെങ്കിൽ കുറച്ചേ എടുക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ഞാൻ മാക്സിമം വേറൊരു പാത്രത്തിലേക്ക് ആക്കാതിരിക്കാൻ നോക്കും. അത് ചോപ്പിംഗ് ബോർഡിൽ തന്നെ വെച്ചിട്ട് ഓരോന്നുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കറി ഡിഷ് ഞാൻ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആകെ ആ കറി ഉണ്ടാക്കിയ പാത്രം പിന്നെ ഈ ഒരു ചോപ്പിംഗ് ബോർഡ് കഴുകാൻ കാണത്തുള്ളൂ, ഇഫ് അത് ഞാനൊരു സെർവ് ചെയ്യാനൊരു പാത്രത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ കിച്ചൻ്റെ നീറ്റ്നെസ്സിന് മുന്നിൽ
ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ കുക്കു സാറിന് ഓട്ടത്തിനും ചാട്ടത്തിനും തവളച്ചാട്ടത്തിനും ഒക്കെ കിട്ടിയ ട്രോഫിയൊക്കെ വെച്ചിട്ട് അവനൊരു ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞിട്ട് ഞങ്ങളത് വളരെ ക്രിയേറ്റിവിറ്റി തുളുമ്പുന്ന രീതിയിലൊരു ഫോട്ടോ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, FBയിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തംബ്നെയിൽ ആയിട്ട് അത് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ, ആ ഒരു ഫോട്ടോ. അപ്പോൾ നിലുവിനും ഫോട്ടോ എടുത്ത് അങ്ങനെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് കരച്ചിലായി. അവൻ്റെ ഒരു ട്രോഫി എടുത്തു, അത് എറിഞ്ഞു, അത് പൊട്ടി, അങ്ങനെ നിലവിളിയായി. പിന്നെ ഞാൻ സമാധാനിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടു നടന്നപ്പോഴത്തേക്ക് അമ്മ പാല് മേടിച്ചുകൊണ്ട് വന്നു. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അറിയാമല്ലോ, ചായയും കാപ്പിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തലവേദന വരും. ഈ ഷാർജയിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രെയിം ഇങ്ങനെ തന്നെ വെച്ചത്. ഒരു മഴക്കോളും ഉണ്ട്, അതിവിടെ 2 ദിവസം കൊണ്ടുണ്ട്. മഴയുണ്ടോയെന്ന് വെച്ചാൽ തീരെ ഇല്ലതാനും. ഈ സ്റ്റാൻഡ് വീഴുന്ന രീതിക്ക് കാറ്റുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് മരത്തേൽ കൊളുത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റിംഗ് ലൈറ്റ് മരത്തിൻ്റെ ഒരു കമ്പിൽ കൊളുത്തിയാണ് വെച്ചേക്കുന്നത്. അല്ല ഇതെന്തായാലും താഴെ വീഴും. കോഫി ഞാൻ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് കരുതി. സൺസെറ്റ് എടുക്കാനുള്ള എൻ്റെ തത്രപ്പാടാണിത്. കാണാം. കരഞ്ഞ് അമ്മ എടുത്തുകൊണ്ട് പോയ ആൾ ഇതോ അവിടെ ആച്ചിയമ്മയും ലില്ലിയമ്മച്ചിയും ഒക്കെ ആയിട്ടിരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിവിടെ ഫോണുമായിട്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാൻഡ് വീഴുമെന്ന്. ഇത് കാറ്റത്ത് വീണതല്ല, ഈ 2 എണ്ണം ഇവിടെ ഫുട്ബോൾ കളിച്ചിട്ട് 2 പ്രാവശ്യം ഫോണിൻ്റെ സ്റ്റാൻഡിൽ തട്ടി കേട്ടോ. താഴോട്ട് വീണില്ല, ആ കമ്പിൽ കൊളുത്തി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് എന്തുവാ നോക്കുന്നത്. ഞാനേ ദുഃഖവെള്ളിയാഴ്ച ഇടാനായിട്ട് എനിക്കൊരു ഷോള് വേണം. ഞാൻ അത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓൺലൈനിൽ. അങ്ങനെ കളിയൊക്കെ മതിയാക്കി ഞായറാഴ്ചകളിലുള്ള നമ്മുടെ അടുത്ത പരിപാടി പെയിൻ ചെയ്യലും നഖം വെട്ടലും. മുട്ടയ്ക്കകത്ത് പെയിനില്ല എന്ന് പറഞ്ഞിട്ട് അവന് വിശ്വാസമാവുന്നില്ല. പിന്നെ ക്ലീൻലിനെസ്സിലൊക്കെ ഇപ്പോൾ ഇത്രയും താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് തനിയെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പെയിൻ കൊല്ലുന്ന സൗണ്ട് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഞാനും കുക്കുവും പറ്റിച്ചു വെച്ച് 2-3 പേനയൊക്കെ കൊന്നു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവനും അമ്മയും കൂടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇവൻ സ്ഥിരമായിട്ട് സുസു വെക്കുന്നത് കൊണ്ടും അമൃതവും പാലും ഒക്കെ തട്ടിയിടുന്നത് കൊണ്ടും സോഫയുടെ മേലാകെ വൃത്തികേടായി കേട്ടോ. അത് പവർ വാഷ് ചെയ്യാനും ഉണക്കിയെടുക്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവിടെ ഇടാനായിട്ട് 2-3 ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോഫ കവറാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാനത് വെട്ടി സൈഡൊക്കെ അടിച്ചാണ് ആ പരുവത്തിലാക്കിയെടുത്തത്. ഇപ്പോൾ എനിക്ക് ഒരു പണിയും കൂടെ ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2 എണ്ണവും കൂടെ കയറി കളിച്ച് കഴിഞ്ഞാൽ അത് നീറ്റാക്കി വെക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ 4-5 വട്ടം ചെയ്യുന്ന പണി. സന്ധ്യയ്ക്ക് ഞാൻ വോം ലൈറ്റ്സ് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ, ഫ്രം ഹോൾ ടു കിച്ചൺ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലേ ഞാൻ ആ വലിയ ലൈറ്റൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ എനിക്കുള്ള കോഫി ഇടുകയാണ്. പാല് നന്നായിട്ട് തിളച്ചു. കോഫി മഗ്ഗിലേക്ക് കുറച്ച് ബ്രൂ ഇൻസ്റ്റൻറ്റ്, ഷുഗർ, ഇത്തിരി തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സർ വെച്ച് അത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് പാലും കൂടി ഒഴിച്ചാൽ നമ്മുടെ കാപ്പച്ചീനോ എന്നൊക്കെ നമുക്ക് ഒരാശ്വാസത്തിന് വിളിക്കാൻ പറ്റുന്ന ഐറ്റം റെഡി ആയിട്ടുണ്ട്. കോഫി എടുത്തിട്ട് ഞാൻ നേരെ വന്ന് കുക്കു സാറിനെ പഠിപ്പിക്കാനായിട്ടാണ് ഇരുന്നത്. ഇനി കറക്റ്റ് ഒരു 1 വീക്കേ ഉള്ളൂ എക്സാമിന്. മാർച്ച് 17 ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് വീതം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. സ്കൂളിൽ നിന്ന് റിവിഷൻ കൊടുക്കും, അതിങ്ങനെ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ പോയിരുന്ന് ബിരിയാണി തിന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാറ്റുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പം ഈ ഇല അനങ്ങുന്നില്ല. ആക്ച്വലി നല്ല കാറ്റുണ്ടായിരുന്നു, അകത്ത് നല്ല ചൂട്. അതുകൊണ്ട് പുറത്തിരുന്ന് തന്നെയാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. ബിരിയാണി തന്നെയാണ് ഇന്ന് രാത്രി എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കേ പറഞ്ഞല്ലോ കുറച്ച് അരി കൂടുതലിട്ട് വെച്ചിരുന്നു എന്ന്. എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഞാനിപ്പം ഓരോ ഷോർട്സ് ഇടുമ്പോഴും എപ്പോഴും അതിൽ 1 ഷെയർ എന്നാണ് കാണിക്കുന്നത്. അത് ഞാൻ തന്നെ ഷെയർ ചെയ്യുന്നതാണ്, വാട്സാപ്പിൽ സ്റ്റോറി ഇടുന്നതാണ്. ഇപ്പോൾ അത് 2 ഷെയർസ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ആരാണ് എൻ്റെ ഷോർട്സ് ഷെയർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. നമ്മളെ അങ്ങനെ പറയുകയല്ല, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ഫോളോ ചെയ്യുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബട്ട് ദാറ്റ് പേഴ്സൺ ഈസ് ടേക്കിംഗ് ആൻ എക്സ്ട്രാ സ്റ്റെപ്പ്. അതങ്ങനെ ഷെയർ ചെയ്ത് വാട്സാപ്പിലിടും. ഇറ്റ് റീച്ചസ് അനദർ സെറ്റ് ഓഫ് പീപ്പിൾ. ഇതേ ഇൻട്രസ്റ്റ് ഉള്ള പലരും ആ ഷെയർ ചെയ്യുന്ന ആളുടെ കോൺടാക്റ്റിൽ കാണാമല്ലോ. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെന്നിരിക്കും. അപ്പോൾ ആരാണ് ഷെയർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ഹോട്ട്സ്റ്റാറിൽ കളി കണ്ടു. അപ്പോഴാണ് അപ്പുറത്തെ ബഹളം ഞാൻ നോക്കിയത്. അവന്മാരവിടെ കുരിശ്ശേരിയുടെ സൈഡിൽ TV ഒക്കെ സെറ്റ് ചെയ്ത് കളി കാണുന്നു. അപ്പം ഞാനും കുക്കു സാറും പിന്നെ അങ്ങോട്ടേക്ക് പോയി. ഒരുമിച്ചിരുന്ന് കളി കാണുന്നതാണ് അതിൻ്റെ ഒരു രസം, എസ്പെഷ്യലി ഇങ്ങനത്തെ ഫൈനൽ മാച്ചൊക്കെ ആകുമ്പോഴത്തേക്ക്. ഈ ഒരു വൈബിന് വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയവൻ എവിടെയോ ഇരുന്ന് കൂട്ടുകാരുമായിട്ട് കളി കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ അത് നമ്മുടെ വീടിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തത്. ഇപ്രാവശ്യം മഴ ചതിക്കുമെന്നുള്ളതുകൊണ്ടാവണം വീടിന് ഫ്രണ്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു.
इंडिया के जय हिंद. അപ്പോൾ ഈ ഒരു സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയുടെ താഴെ വരുന്ന ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് കോപ്പി ചെയ്ത് വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.